Welcome to RK's Stories. വില്വാദ്രി ഭാഗം 5. അന്നു രാത്രി ആ മലമുകളിൽ നിന്നും വിജയും ശിവനെയും താഴെ കൊക്കയിലേക്ക് വീണതുവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയിട്ട് അമൽ അവരെ നോക്കി. കണ്ണുകളടച്ച് കസേരയിൽ ചാരിയിരുന്ന് അമൽ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്ന ആദികേശവ പണിക്കർ അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ചോദിച്ചു, എന്നിട്ട് പിന്നീട് എന്നതാ സംഭവിച്ചത്? അവര് രണ്ടുപേരും വീഴുന്നത് കണ്ട് ഞാൻ ആ പാറക്കെട്ടിന്റെ വക്കിലേക്ക് ഓടിച്ചെന്ന് അവിടെ നിന്ന് താഴേക്ക് നോക്കി. അതിനിടയിൽ അവന്മാരോട് രക്ഷപ്പെട്ടു. അപ്പോഴും അവരുടെ കരച്ചിലും ഞരക്കങ്ങളും താഴെ നിന്ന് കാറ്റിനൊപ്പം മുകളിലേക്കൊക്കെ ചെറുതായി കേൾക്കുന്നുണ്ടായിരുന്നു. അവരധികം താഴേക്ക് വീണിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ നിന്നും താഴേക്ക് ഇറങ്ങാൻ ഞാൻ ശ്രമിച്ചെങ്കിലും പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് എങ്ങനെ ഇറങ്ങണമെന്നൊരു പിടിയും കിട്ടിയില്ല. അവസാനം ആരോടെങ്കിലും പറയാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്നും താഴേക്ക് ഓടിയിറങ്ങി. അപ്പോഴാണ് അതുവഴി ബൈക്കിൽ വരികയായിരുന്ന രണ്ടുപേരെ കണ്ടത്. അവരെ തടഞ്ഞു നിർത്തി കാര്യം പറഞ്ഞു. അവരാണ് പിന്നീട് ആളുകളെ വിളിച്ചുകൂട്ടി താഴേക്ക് ഇറങ്ങിയതും വിജയനെയും ശിവനെയും മുകളിലേക്ക് ചുവന്ന് കയറ്റിയതും. അപ്പോഴേക്കും ഫയർഫോഴ്സും പോലീസും ഒക്കെ അവിടേക്ക് എത്തിയിരുന്നു. എന്നിട്ട് പിന്നെ താനെന്നാത്തിന് അവിടെ നിന്ന് മാറിക്കളഞ്ഞത്? പ്രശാന്ത് സംശയത്തോടെ അവനോട് ചോദിച്ചു. അത് പിന്നെ ഒന്ന് നിർത്തിയിട്ട് അമൽ അവരെ 3 പേരെയും നോക്കി. ഒന്നാമത് ഞങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സ്ഥലം, പിന്നെ ആ സമയത്ത് അവിടെ ഇരുന്ന് വെള്ളമടിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങള്, മാത്രമല്ല അവന്മാർ ആരാണ് എന്താണ് സംഭവം എന്നൊന്നും അറിയാതെ ചെറിയൊരു പേടിയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മാറി നിന്നത്. ഇന്നലെ രാത്രി നിങ്ങൾ ICUയിൽ നിന്നും പോയ ശേഷം ഞാൻ അവരെ കയറി കണ്ടിരുന്നു. അപ്പോഴാ ശിവനെയായിരുന്നു കുട്ടിയെന്ന് അറിഞ്ഞത്. സത്യത്തില് ഇന്ന് നിങ്ങളെ വന്ന് കാണാനിരിക്കുകയായിരുന്നു ഞാൻ. ഓ, അപ്പോ അങ്ങനെയാണ് സംഭവം. കോളേജിൽ വെച്ച് അവർ തമ്മിൽ പരിചയമുണ്ടായിരുന്നെന്ന് കേട്ടപ്പോ ഞാൻ മറ്റെന്തൊക്കെയോ വിചാരിച്ചു. ആദികേശവ പണിക്കർ പറയുന്നത് കേട്ട് അമൽ അദ്രികയെ നോക്കി. അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ അവൾ തല താഴ്ത്തി. പ്രശാന്തേ, ഞാൻ വിചാരിച്ചതിലും പ്രശ്നമാണല്ലോ കാര്യങ്ങൾ. ഇമ്മട്ടി എന്തായാലും ഇങ്ങനെ നേരിട്ട് കളിക്കാൻ സാധ്യതയില്ല. പക്ഷെ അച്ചച്ച, അങ്ങനെ ചെയ്തിട്ട് അതൊരു ആത്മഹത്യയാക്കി തീർക്കാനായിരുന്നു അവരുടെ ഉദ്ദേശമെങ്കിലോ? പ്രശാന്ത് പറഞ്ഞത് കേട്ട് പണിക്കർ നെറ്റി ചുളിച്ച് അവനെ നോക്കി. നീ പറഞ്ഞതിലും കാര്യമില്ലാതില്ല. കണ്ണട ഒന്ന് നേരെയാക്കിക്കൊണ്ട് പറഞ്ഞിട്ട് പണിക്കർ നെറ്റിയിൽ കൈതാങ്ങി കണ്ണുകൾ അടച്ചിരുന്നു. അച്ചച്ചൻ എന്നത് ആലോചിക്കുന്നേ? പ്രശാന്ത് ചോദിച്ചു. ശിവൂട്ടന് ഒരു പ്രൊട്ടക്ഷൻ ഏർപ്പാട് ചെയ്താലോ എന്ന് ആലോചിക്കുകയായിരുന്നു. ഗംഗാധരന്റെയും രാജിയുടെയും മരണം അതൊരു വെറും ആക്സിഡന്റ് മാത്രമായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഒരു നെടുവീർപ്പോടെ പണിക്കർ പറഞ്ഞപ്പോൾ അമൽ വിടർന്ന കണ്ണുകളോടെ പുള്ളിക്കാരനെ നോക്കി. സാർ. അമലിന്റെ വിളി കേട്ട് അവർ 3 പേരും അവന്റെ നേരെ തിരിഞ്ഞു. എന്നാ? പണിക്കർ ചോദിച്ചു. സാർ ഞങ്ങൾ ഏറ്റെടുക്കാം സാർ ആ കുട്ടിയുടെ പ്രൊട്ടക്ഷൻ. എന്നതാ? നീയോ? ഞാൻ മാത്രമല്ല സാർ, വിജയും ഉണ്ടാകും. അവൻ ബോക്സിംഗ് ചാമ്പ്യനാണ്. മാത്രമല്ല ജോലി ഇല്ലാതായപ്പോൾ കുറച്ചുനാൾ ബൗൺസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസും ഞങ്ങൾക്കുണ്ട്. അമൽ പറഞ്ഞത് കേട്ട് പ്രത്യാശയുടെ ഒരു തുള്ളി ഉള്ളിൽ വീണതുപോലെ അദ്രികയുടെ കണ്ണുകൾ ചെറുതായൊന്ന് തിളങ്ങി. ആദികേശവ പണിക്കർ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഏകദേശം 5 അടി 10 ഇഞ്ചിന് മുകളിൽ പൊക്കമുണ്ടവന്. അത്യാവശ്യം നല്ല ആരോഗ്യവും. വിജയും നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണെന്ന് ഇന്നലെ അവനെ ICUയിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലായിരുന്നു. നീ എന്തായാലും ഒന്ന് പുറത്തേക്ക് നിന്നേ. പണിക്കർ പറഞ്ഞത് കേട്ട് അമൽ ഡോർ തുറന്ന് റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങി. അദ്രി, നിനക്ക് ഇവരെ 2 പേരെ കുറിച്ചും എന്നതൊക്കെ അറിയാം? ഉള്ളിൽ കുഴിച്ചുമൂടിയിരുന്ന പ്രണയത്തിന്റെ വേരുകളിൽ പുതുനാമ്പുകൾ മുളക്കുന്നതിന്റെ ഉൾപ്പുളകത്തിലായിരുന്ന അദ്രിക അച്ചച്ചന്റെ ആ ചോദ്യം കേട്ടാണ് സ്വപ്നലോകത്തു നിന്നും ഉണർന്നത്. ആ വിജയന്റെ വീട് പാലക്കാടാണെന്നറിയാം. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. CMS കോളേജിൽ M.Com ടാക്സേഷനാണ് പഠിച്ചിരുന്നത്. അവിടെ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ആയിരുന്നു. കൂടാതെ കോളേജ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനുമായിരുന്നു. മാത്രമല്ല പഠിക്കുന്ന സമയത്ത് ഇന്റർ സ്റ്റേറ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ റണ്ണറപ്പായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അമൽദാസിനെ കുറിച്ച് എനിക്ക് അധികമൊന്നും അറിയില്ല. വീട് പാലക്കാട് തന്നെയാണെന്നറിയാം.
രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ തന്നെയാ പഠിച്ചിരുന്നത്. അവരെക്കുറിച്ച് മോശമായിട്ടൊന്നും കേട്ടിട്ടില്ല. പറഞ്ഞു നിർത്തിയിട്ട് അവൾ പ്രശാന്തേട്ടനെയും അച്ചച്ചനെയും നോക്കി. എന്തായാലും ഒരു പെൺകുട്ടി അപകടത്തിൽപ്പെട്ടപ്പോ മറ്റൊന്നും ആലോചിക്കാതെ രക്ഷിക്കാൻ ശ്രമിച്ചവനല്ലേ? അപ്പോ കുഴപ്പക്കാരനാകാൻ സാധ്യതയില്ല. ടാ, ആ മലനാട് ടിവിയുടെ ഡയറക്ടറില്ലേ, ആ ജേക്കബ് വർക്കി, നീ അവനെ ഒന്ന് വിളിച്ച് ആ ഫോൺ എനിക്ക് കഥാ. എന്നതിനാ അച്ചാച്ചാ ഇപ്പൊ അയാളെ വിളിച്ചിട്ട്? പ്രശാന്ത് സംശയത്തോടെ നോക്കി. നീ അയാളെ വിളിച്ച് ആ ഫോണിങ് താടാ. അച്ചച്ചന്റെ ശബ്ദം മാറിയത് കണ്ട് പ്രശാന്ത് വേഗം മൊബൈൽ ഫോൺ എടുത്ത് മലനാട് ടിവിയുടെ ഡയറക്ടർ ജേക്കബ് വർക്കിയുടെ നമ്പർ ഡയൽ ചെയ്തു. അങ്ങേ തലയ്ക്കൽ ഫോൺ എടുത്ത ശബ്ദം കേട്ട ഉടൻ അവൻ മൊബൈൽ അച്ചച്ചന്റെ കയ്യിലേക്ക് നൽകുകയും ചെയ്തു. ആ ഹലോ, ജേക്കബ് അല്ലേ? പണിക്കരാണോ? സ്പീക്കർ ഓൺ ചെയ്തിട്ടാണ് ആദികേശവ പണിക്കർ ജേക്കബിനോട് സംസാരിച്ചു തുടങ്ങിയത്. ആ മനസ്സിലായി പണിക്കരേട്ടാ, എന്നതാ വിശേഷം? വിശേഷം നിങ്ങളല്ലേ ഉണ്ടാക്കിയത്, അതുകൊണ്ടൊന്ന് വിളിച്ച് ആ സന്തോഷം അങ്ങ് അറിയിക്കാമെന്ന് വിചാരിച്ചു. എന്റെ പണിക്കരിയേട്ട, കർത്താവാണ്, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ആ വാർത്ത ടി വിയിൽ വന്നത്. ആ നമ്പ്യാരാന്നേ പണി പറ്റിച്ചത്. ആ വാർത്തയ്ക്കൊരു തിരുത്തു കൊടുക്കുന്ന കാര്യം ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പണിക്കരി ചേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇന്ന് വൈകുന്നേരം തന്നെ ആ വാർത്തയിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടുണ്ടായിരിക്കും. ആ നമ്പ്യാരുടെ കൃമികടിക്കുള്ള മരുന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ വാർത്ത തിരുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടൊന്നും ഇനി താൻ ഉണ്ടാകാൻ നിൽക്കണ്ട. അയ്യോ, അതെന്നാ പണിക്കരി ചേട്ടാ അങ്ങനെ പറയുന്നേ? ഒരു യഥാർത്ഥ സംഭവം എന്റെ മൂന്നാംകിട ടി വി റിപ്പോർട്ട് ചെയ്തു. ഞാനത് അങ്ങോട്ട് ശരിവെക്കുകയും ചെയ്യുന്നു. പോരെ? പണിക്കരി ചേട്ടൻ പറഞ്ഞത് എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. എടോ, ആ വിജയ് എന്ന് പറയുന്ന ചെറുക്കനും പിന്നെ എന്റെ സഹോദരിയായിരുന്ന ദേവകിയുടെ കൊച്ചുമകള് ശിവന്യയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. അവരുടെ വിവാഹം നടത്തുവാനും ഞങ്ങൾ തീരുമാനിച്ചു. താൻ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഞാൻ എന്നാ ചെയ്യണമെന്നാ പണിക്കരി ചേട്ടൻ പറയുന്നേ? അങ്ങ് പറഞ്ഞേച്ചാ മാത്രം മതി. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അങ്ങനെ ഒരു വാർത്ത ഉണ്ടായതെന്നും ആ യുവാവുമായിട്ടുള്ള ശിവന്യയുടെ വിവാഹം നേരത്തെ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണെന്നും ഇന്ന് വൈകുന്നേരത്തെ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? അച്ചച്ചൻ പറയുന്നത് കേട്ട് അദ്രികയും പ്രശാന്തും ഒരു ഞെട്ടലോടെ പരസ്പരം നോക്കി. ശരി പണിക്കരി ചേട്ടാ, ഇന്ന് വൈകുന്നേരം തന്നെ ചേട്ടൻ പറഞ്ഞതുപോലുള്ള റിപ്പോർട്ട് നമ്മുടെ ടി വിയിൽ ഉണ്ടായിരിക്കും. പോരെ? ശരി. അച്ചച്ചന് ഇതെന്നതൊക്കെയായി പറയുന്നേ? കോൾ കട്ട് ചെയ്ത ഉടനെ ചെറിയൊരു ഈർഷ്യയോടെ പ്രശാന്ത് പറയുന്നത് കേട്ട് പണിക്കർ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ഫോൺ തിരികെ നൽകി. എന്നാ പറ്റി? പിന്നല്ലാതെ അവനെ കൊണ്ട് ശിവയെ കെട്ടിക്കാമെന്നൊക്കെ പറഞ്ഞാൽ? പറയാനല്ലേടാ പറ്റൂ, കെട്ടിക്കാൻ പറ്റില്ലല്ലോ. അദ്രിക ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചപ്പോൾ പ്രശാന്ത് ഒന്നും മനസ്സിലാവാതെ ഇരുന്നു. എടാ, അവന്മാരിപ്പോ ഇവിടെ വന്നത് എന്നാത്തിനാ? ഒരു ജോലി അന്വേഷിച്ചിട്ട്. അപ്പോ ആ ജോലി നമ്മൾ അവർക്ക് കൊടുക്കുന്നു. അവന്മാരുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസിനും പറ്റിയ ഒരു ജോലി ശിവയുടെ ഓഫീസിൽ തന്നെ ആയിക്കോട്ടെ. പക്ഷെ പ്രധാന ഉദ്ദേശം അവളുടെ സംരക്ഷണമായിരിക്കും. അത് മാത്രമല്ല, അവനെക്കുറിച്ച് ഒരു മോശം വാർത്ത വന്നപ്പോൾ അതിനെതിരെ അവൻ പ്രതികരിച്ചാൽ നമ്മളാണ് അതിന് പിന്നിലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോടാ? ആദികേശവ പണിക്കർ ഒരു പുഞ്ചിരിയോടെ പ്രശാന്തിനെ നോക്കി. ഓ, മനസ്സിലായി. അപ്പോ ഇവന്മാരെ മുന്നിൽ നിർത്തി കളിക്കാനാണ് അച്ചാച്ചന്റെ പരിപാടി അല്ലേ? പണിക്കരുടെ ഉദ്ദേശം മനസ്സിലായ പ്രശാന്ത് ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഇപ്പോഴെങ്കിലും നിനക്കത് മനസ്സിലായല്ലോ, ഭാഗ്യം. പക്ഷെ ഒരു കാര്യം, ചോദിക്കുന്നവരോട് അവർ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് തന്നെ വേണം പറയാൻ. അതിനു പുറകിലും എനിക്ക് ചില ലക്ഷ്യങ്ങളൊക്കെയുണ്ട്. ശിവ യഥാർത്ഥത്തിൽ സ്നേഹിച്ചിരുന്ന ആ പയ്യന്റെ മരണവും എനിക്കത്രയ്ക്കങ്ങ് ദഹിച്ചിട്ടില്ല. നീ എന്തായാലും ആ അമലിനെ ഒന്ന് അകത്തേക്ക് വിളിച്ചേ. അത് വേണോ അച്ചാച്ച? അദ്രികയുടെ ചോദ്യം കേട്ട പണിക്കർ അവളെ നോക്കി. എന്തു വേണോ എന്ന്? അല്ല,
അവര് തമ്മിൽ ഇഷ്ടത്തിലാണ് എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അതിരേ, തൽക്കാലം അങ്ങനെ തന്നെ പറഞ്ഞാ മതി. അവളുടെ കൂടി രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് കൂട്ടിക്കോ. പ്രശാന്തേ, നീ അവനെ അകത്തേക്ക് വിളിക്കേ. അദ്രികയുടെ വാക്കുകളുടെ മുനയൊടിച്ച ശേഷം പണിക്കർ പ്രശാന്തിനോട് വീണ്ടും പറഞ്ഞു. പണിക്കർ പറഞ്ഞതനുസരിച്ച് പ്രശാന്ത് പുറത്ത് കാത്തു നിൽക്കുകയായിരുന്ന അമലിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇരിക്ക്. മുന്നിൽ വന്നു നിന്ന അമലിനോട് ആദികേശവ പണിക്കർ പറഞ്ഞു. ശിവയുടെ സംരക്ഷണം നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ നിങ്ങൾക്ക് രണ്ടാൾക്കും പറ്റിയ ഒരു ജോലി ഞാൻ ശരിയാക്കി തരും. പക്ഷേ അവളുടെ ശരീരത്തിൽ ഇനിയൊരു നുള്ളു മണ്ണ് പോലും വീഴാതെ നിങ്ങൾ നോക്കണം. എന്തു പറയുന്നു? ഞാൻ പറഞ്ഞല്ലോ സാർ, ഞങ്ങൾ തയ്യാറാണ്. അത് താൻ പറഞ്ഞാ പോരാ, തന്റെ സുഹൃത്ത് ആ വിജയ് പറയണം. പറയും സാർ, അവൻ പറയും. റൂമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം അവനോട് കാര്യങ്ങളെല്ലാം. ഒരു കാര്യം കൂടിയുണ്ട്. എന്താണ് സാർ? തന്റെ സുഹൃത്തിനെയും എന്റെ കൊച്ചുമകളെയും ചേർത്ത് ഒരു വാർത്ത വന്നത് താൻ അറിഞ്ഞു കാണുമല്ലോ, അല്ലേ? ഓ സാർ, ഞാൻ അറിഞ്ഞിരുന്നു. ആ വാർത്ത പടച്ചുവിട്ടവനെ നിങ്ങൾ ആദ്യം പോയി വിശദമായിട്ടൊന്ന് കാണണം. പണിക്കരുടെ മുഖത്തേക്ക് നോക്കിയ അമലിന്റെ മുഖത്ത് ഒരു ചിരി വിടർന്നു. മനസ്സിലായി സാർ, വേണ്ട വിധത്തിൽ അവനെ കണ്ടുകൊള്ളാം. ചിരിച്ചുകൊണ്ട് തന്നെ അമൽ അത് സമ്മതിച്ചു. മിടുക്കൻ. എന്നാ അമല് ചെല്ല്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോ കാശ് വല്ലതും ആവശ്യമുണ്ടോ? വേണ്ട സാർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അറിയിച്ചോളാം. കസേരയിൽ നിന്നും എഴുന്നേറ്റിട്ട് അമൽ പറഞ്ഞു. ശരി, എന്നാൽ ആയിക്കോട്ടെ. തല കുലുക്കിക്കൊണ്ട് പണിക്കർ അവന് സമ്മതം നൽകി. പ്രശാന്തിനെയും അദ്രികയെയും നോക്കി ഒന്ന് ചിരിച്ചതിന് ശേഷം അമൽ വാതിൽ തുറന്ന് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നടന്നു. അന്ന് രാത്രി വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ജോർജിന്റെ അടുത്തു നിന്നും വിളമ്പിക്കൊടുക്കുകയായിരുന്നു ഭാര്യ എൽസാമ്മ. എടീ, നിന്റെ ആ സൽപുത്രൻ ഇതുവരെ എത്തിയില്ലോടി? ഓ, എന്നാ പറയാനാ, മുട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്ന മാതിരി മോളിൽ കയറി ഇരിപ്പുണ്ട്. എന്നതാ ഉണ്ടായേ അപ്പനും മോനും തമ്മില്? ഓ, എന്നാ പറയാനാ, ഞാൻ ആ പണിക്കർക്കിട്ട് ഒരു പണി കൊടുക്കാൻ നോക്കിയതാന്നേ, ഏറ്റില്ല. അപ്പനത് കൈകാര്യം ചെയ്ത രീതി അങ്ങോട്ട് ശരിയായില്ലേ എന്നും പറഞ്ഞ അവൻ ഗർവിച്ചിരിക്കുന്നേ. പിന്നല്ലാതെ ഞാൻ അപ്പോഴേ അപ്പനോട് പറഞ്ഞതാ ആ നമ്പ്യാരെ കൂട്ടുപിടിക്കണ്ടെന്ന്. കുറച്ചു മുന്നേ അവൻ എന്നെ വിളിച്ചിരുന്നു. ജോർജ് പറഞ്ഞത് കേട്ടുകൊണ്ട് മുകളിലത്തെ നിലയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയായിരുന്ന വിൽഫ്രഡ് ഒച്ചയെടുത്തു. ആന്നോ? എന്നിട്ട് അവൻ എന്നതാ പറഞ്ഞ്? ആ പണിക്കരെ അവന്റെ ഡയറക്ടറെ വിളിച്ച് വിരട്ടിയത്രേ. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നമ്മൾ പറഞ്ഞിട്ടാണ് അവനത് ചെയ്തതെന്ന് പറയുമെന്ന് ആ നാറി എന്നോട് പറഞ്ഞു. അങ്ങനാന്നേ അവന് വേണ്ടി ഒരു ഒപ്പീസ് ഞാനങ്ങ് ചൊല്ലിക്കും. നീ ചുമ്മാ ഇരുന്ന് വല്ലതും കഴിച്ചിട്ട് എഴുന്നേറ്റ് ഓടാവേ. അപ്പനിത് എന്നെ അറിഞ്ഞിട്ട് പറയുക? അവളുടെ കൂടെ ചാടിയ ചെറുക്കനുമായിട്ട് അവളുടെ കല്യാണം പണിക്കര് നടത്തുമെന്ന് പറഞ്ഞാ കേട്ടത്. അവൻ അവളുടെ കാമുകനാണെന്ന്. അവ നീയല്ലേ നേരത്തെ എപ്പോഴോ പറഞ്ഞത് അവളുടെ കാമുകൻ മരിച്ചുപോയെന്ന്? എന്നടാവോ ഇത്? അതെ. പിന്നെ ഇവൻ ആരാന്ന്? അതാണ് എനിക്കും മനസ്സിലാവാത്തത്. എന്തൊക്കെയോ കളികള് ഇതിനിടയിൽ നടക്കുന്നുണ്ടപ്പാ, അതെനിക്ക് ഉറപ്പാ. എടാ, അവന്മാരെന്തൊക്കെ കളി കളിച്ചാലും അവസാന വിജയം ഈ ജോർജ് ഇമ്മട്ടിക്കായിരിക്കും. അതിനു വേണ്ടി ആ കുടുംബം മൊത്തം കുളം തോണ്ടേണ്ടി വന്നാലും കർത്താവാന്നെ ഈ ജോർജ് അത് ചെയ്തിരിക്കും. ഇടത് കൈ ചുരുട്ടി ജോർജ് ശക്തിയോടെ മേശപ്പുറത്തടിച്ചു. ഇതെന്തൊക്കെയാ പ്രശാന്തേട്ടായി പറയുന്നേ? അച്ഛന് ഇതെന്താ പറ്റിയത്? കണ്ണി കണ്ടവരെയൊക്കെ വിളിച്ചു കയറ്റിയിട്ട് ശിവനയുടെ കാമുകനാണ് കല്യാണം നടത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ നിങ്ങൾക്കെങ്കിലും അങ്ങനെ ഒന്ന് പറഞ്ഞു തിരുത്തായിരുന്നില്ലേ? വൈകുന്നേരം ഹോസ്പിറ്റലിൽ നിന്നും തിരികെ എത്തിയപ്പോൾ പ്രശാന്ത് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പ്രതികരിക്കുകയായിരുന്നു മഞ്ജിമ. ശിവന്യയോടൊപ്പം അവളുടെ ഹെഡ് ഓഫീസിൽ അഡ്മിൻ വിഭാഗത്തിന്റെ ചീഫ് ആയിട്ടാണ് മഞ്ജിമ ജോലി ചെയ്യുന്നത്. വിജയ് ശിവന്യയുടെ ഓഫീസിൽ ജോലിക്ക് കയറിയാൽ ഒരിക്കൽ മുറിച്ചുമാറ്റിയ ആ ബന്ധത്തിന്റെ നൂലാമാലകൾ വീണ്ടും തന്റെ ജീവിതത്തിൽ താളപ്പിഴകൾ സൃഷ്ടിച്ചേക്കുമെന്ന ചിന്തയിൽ അവളുടെ തല പെരുത്തു. നീ വെറുതെ അതിനിത്ര ടെൻഷനാകാൻ എന്തിരിക്കുന്നു? അച്ചച്ചൻ അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വരും വരായികകൾ പുള്ളി തന്നെ കൈകാര്യം ചെയ്തുകൊള്ളും. പിന്നെ
ഈ പറയുന്ന വിജയ് ജോൺ നിന്റെ ഒപ്പം പണ്ട് വർക്ക് ചെയ്തിരുന്ന ആളല്ലേ? അപ്പോൾ നിനക്ക് അറിഞ്ഞുകൂടാ അയാളെ? അറിയാം, അതുകൊണ്ടല്ലേ പറഞ്ഞത് അത് ശരിയാകില്ലെന്ന്. അയാൾ ആളത്ര ശരിയല്ല. എന്ന് വെച്ചാൽ? ഡ്രസ്സ് മാറിയതിനു ശേഷം ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറുന്നതിനിടയിൽ മഞ്ജിമ പറഞ്ഞത് കേട്ട് പ്രശാന്ത് തിരിഞ്ഞു നിന്നു. അത് പിന്നെ അയാളുടെ സ്വഭാവം മോശമാന്നേ. പെണ്ണുങ്ങളുമായിട്ടുള്ള ഇടപെടലുകളൊന്നും അത്ര ശരിയല്ല. ഒരു വിധത്തിൽ അവൾ പറഞ്ഞൊപ്പിച്ചു. എന്നിട്ട് അദ്രി പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. അവൾ എന്തു പറഞ്ഞു? അവക്കെങ്ങനെ അറിയാം വിജയനെ? മഞ്ജിമ അത്ഭുതത്തോടെ പ്രശാന്തിനെ നോക്കി. എടി, CMS കോളേജില് അയാൾ അവരുടെ സീനിയർ ആയിരുന്നു. വളരെ നല്ല സ്വഭാവമാണ് അയാളുടേതെന്നാ അവൾ പറഞ്ഞത്. എന്തായാലും നീ പറഞ്ഞ കാര്യം ഞാൻ സൗകര്യം പോലെ അച്ഛനോട് പറയാം. പറഞ്ഞാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. അയാൾ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാളുടെ കൂടെ ഞാനൊരിക്കലും വർക്ക് ചെയ്യില്ല, അത് ഉറപ്പാ. അതൊക്കെ നിന്റെ ഇഷ്ടം. നിനക്കറിയാലോ, അച്ഛൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചതാണെന്ന്. എന്തായാലും ഞാനൊന്ന് ഫ്രഷായിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാം. എല്ലാവരെയും ഇന്ന് രാത്രി തന്നെ കാണണമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ബാത്റൂമിലേക്ക് കയറുന്നതിനിടയിൽ പ്രശാന്ത് പറഞ്ഞു. ഇല്ലിത്താഴത്ത് തറവാടിന് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന കൗസല്യയും ശക്തിധരൻ പിള്ളയും നേരത്തെ തന്നെ തറവാട്ടിലേക്ക് എത്തിയിരുന്നു. പ്രശാന്തും മഞ്ജിമയും ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവർ വാസുദേവനോടും ഭാര്യ സുലോചനയോടും ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാടാ ഇപ്പൊ എല്ലാവരെയും കാണണമെന്നും പറഞ്ഞ് അച്ഛനെ വിളിച്ചിരിക്കുന്നേ? ഹാളിലേക്ക് വരുന്ന പ്രശാന്തിനെ കണ്ട് കൗസല്യ അപ്പച്ചി അവനോട് ചോദിച്ചു. അത് അച്ചാച്ചൻ തന്നെ പറയുമല്ലോ. സെറ്റിയിൽ അച്ഛന്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് പ്രശാന്ത് മറുപടി പറഞ്ഞു. കൗസല്യയുടെ അടുത്തു ചെന്നിരുന്ന മഞ്ജിമയെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ട് അവർ അവളുടെ മുടിയിഴകളിലൂടെ വിരലുകൾ ഓടിച്ചു. നീ ഹോസ്പിറ്റലിൽ പോയില്ലായിരുന്നോ മോളെ? ഇല്ല അപ്പച്ചി, നല്ല സുഖമില്ലായിരുന്നു, നാളെ ഒന്ന് പോകണം. അപ്പച്ചിയോട് പറഞ്ഞിട്ട് അവൾ ശക്തിധരൻ പിള്ളയെയും നോക്കി ഒന്ന് ചിരിച്ചു. മുകളിലത്തെ നിലയിൽ നിന്നും പടികൾ ഇറങ്ങി വരുന്ന ആദികേശവ പണിക്കരെ കണ്ട് അവർ എല്ലാവരും എഴുന്നേറ്റു. നീ ഇവരോട് കാര്യം പറഞ്ഞായിരുന്നോ? സെറ്റിയിലേക്ക് ഇരുന്നിട്ട് പണിക്കർ പ്രശാന്തിനോട് ചോദിച്ചു. ഇല്ല ചാച്ച, അത് അച്ചാച്ചൻ തന്നെ പറഞ്ഞാ മതി. വേറൊന്നുമല്ല, ശിവയുടെ നേർക്കുണ്ടായ ആക്രമണം തന്നെയാ വിഷയം. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് പണിക്കർ പറഞ്ഞു. അത് ചെയ്തത് ആ ഇമ്മട്ടിയും മകനും തന്നെ ആയിരിക്കില്ലേ അച്ഛ? വാസുദേവൻ ചോദിച്ചു. അല്ലെന്നാണ് എന്റെ ഊഹം. നാം അറിയാത്ത മറ്റൊരു ശത്രു കൂടി നമുക്കുണ്ടോ എന്നൊരു സംശയം. മാത്രമല്ല, TV വന്ന വാർത്തയുടെ കാര്യവും നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അറിഞ്ഞു അച്ഛാ, അത് റിപ്പോർട്ട് ചെയ്തവന്മാരെ വെറുതെ വിടരുത്. കൗസല്യയുടെ ശബ്ദത്തിൽ ദേഷ്യം നിറഞ്ഞിരുന്നു. നിനക്ക് എന്റെ ദേവകിയുടെ അതേ സ്വഭാവമാ. നിനക്ക് മാത്രമല്ല, ശിവയ്ക്കും അതേ വാശി തന്നെയാ ഉള്ളത്. അതുകൊണ്ടാണ് ആരോരുമില്ലാതിരുന്ന ഒരുത്തനെ അന്ന് അവൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എതിർക്കാതിരുന്നത്. സഹോദരിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ഒരു നിമിഷം നിശബ്ദനായിരുന്നതിന് ശേഷം മകളെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് പണിക്കർ തുടർന്നു. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തിട്ടിപ്പോ കാര്യമില്ല. ഇതിന് പിറകിൽ കളിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണെന്ന് കണ്ടുപിടിക്കുകയാണ് അത്യാവശ്യം. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊന്നും ആലോചിക്കാതെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്ത് എന്ന ചോദ്യം കണ്ണുകളിൽ നിറച്ച് അവർ ആദികേശവ പണിക്കരെ നോക്കി. വേറൊന്നുമല്ല, ശിവമോളുടെ കൂടെ അപകടത്തിൽപ്പെട്ടവന് ഞാൻ അവരുടെ ഓഫീസിൽ തന്നെ ഒരു ജോലി കൊടുക്കുകയാണ്. ശിവയുടെ സംരക്ഷണമാണ് ഞാൻ അവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ചോദിക്കുന്നവരോടെല്ലാം അവൾ സ്നേഹിക്കുന്ന പയ്യനാണ് ആ വിജയ് എന്ന് വേണം നിങ്ങൾ പറയുവാൻ. എന്ത്? അച്ഛനിത് എന്തൊക്കെയായി പറയുന്നേ? പതിവില്ലാതെ മഞ്ജിമയുടെ ശബ്ദം ഉയർന്നത് കേട്ട് എല്ലാവരും അവളെ അത്ഭുതത്തോടെ നോക്കി. എന്നതാ മോൾക്ക് പ്രശ്നം? പണിക്കർ അവളോട് ചോദിച്ചു. അച്ഛച്ച, അത് ആ പയ്യന്റെ സ്വഭാവം അത്ര നല്ലതല്ലെന്നാ ഇവൾ പറയുന്നേ. പ്രശാന്ത് ഭാര്യയുടെ സഹായത്തിനെത്തി. നിന്നോട് ഞാൻ ചോദിച്ചായിരുന്നോ? പണിക്കരുടെ ചോദ്യത്തിന് മുന്നിൽ പ്രശാന്ത് നിശബ്ദനായി. മോള് പറയും, ഇവൻ പറഞ്ഞത് ശരിയാണോ? അതെ അച്ഛച്ച, സ്ത്രീകളോടുള്ള അയാളുടെ പെരുമാറ്റം അത്ര ശരിയല്ല. അത് നമുക്ക് നോക്കാം. ആ പയ്യനെ കുറിച്ച്
ഞാനും അന്വേഷിച്ചിരുന്നു. ആത്രി അവനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ അങ്ങ് മുന്നോട്ട് പോട്ടെ. വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ആവശ്യം കഴിഞ്ഞ് നമുക്കവനെ പറഞ്ഞു വിടാം. ഓളെന്തു പറയുന്നു? പണിക്കർ മഞ്ജിമയെ നോക്കി. അവൾ ഒന്നും മിണ്ടാതെ പ്രശാന്തിനെ നോക്കുകയാണ് ചെയ്തത്. അല്ലച്ച, ശിവയുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഏതെങ്കിലും പ്രൊഫഷണൽ ടീമിനെ ഏർപ്പാട് ചെയ്താൽ പോരെ? മഞ്ജിമയുടെ വിഷമം മനസ്സിലാക്കിയ വാസുദേവൻ മരുമകളെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ചെയ്താൽ അവൾക്ക് പുറകെയുള്ളവർ കൂടുതൽ അലർട്ടാകും. അപ്പോ അവരെ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞെന്നും വരില്ല. ഇതാകുമ്പോ അവൾ സ്നേഹിക്കുന്നവനെന്ന ലേബലിൽ ആ പയ്യന് എപ്പോഴും അവളുടെ കൂടെ നിൽക്കുവാനും പറ്റും. ഇനിയും ഇതുപോലൊരു നീക്കം അവൾക്കെതിരെ ഉണ്ടാവുകയാണെങ്കിൽ അതാരായാലും അവന്മാര് നമ്മുടെ കയ്യിൽ പെടണം. മനസ്സിലായോ എല്ലാവർക്കും ഞാൻ പറഞ്ഞത് എന്താണെന്ന്? എല്ലാവരും ആ തീരുമാനത്തിന് സമ്മതഭാവത്തിൽ ഇരുന്നപ്പോൾ മഞ്ജിമ മാത്രം പ്രശാന്തിനെ നോക്കി പല്ല് കടിക്കുകയായിരുന്നു. തുടരും. കഥ ഇഷ്ടമാകുന്നവർ ഒരു ഇമോജിയെങ്കിലും അഭിപ്രായമായി ഇടുകയും ലൈക്ക് അടിക്കുകയും ചെയ്യണേ. എങ്കിൽ മാത്രമേ യൂട്യൂബിന്റെ റെക്കമെൻഡേഷനിൽ നമ്മുടെ ഈ കഥ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ. വില്ലുവാത്രി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. കഥ കേൾക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ കഥയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. താങ്ക് യു.